നല്ല രുചി അത് എവിടെയായിരുന്നാലും നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോയിട്ട് കഴിച്ചിട്ട് ആ രുചി അറിഞ്ഞിട്ട് വരണമല്ലേ. ഇന്നൊരു രുചി തേടിയുള്ള യാത്രയാണ് കേട്ടോ. യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മളൊരു കൂട്ടുകാരിൻ്റെ തട്ടുകടയിലേക്കാണ് കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ മുന്നേ പോയിട്ട് അവിടുത്തെ കപ്പ പോയിട്ട് കഴിച്ച് വന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ രുചി അറിയാനുള്ള യാത്രയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പോൾ അധികമൊന്നും പോകാനില്ല. നമ്മൾ പിന്നെ എടവണ്ണപ്പാറ റോഡിന്, അതായത് ചെറുപ്പയിൽ നിന്ന് എടവണ്ണപ്പാറ റോഡിന് ഇതാ മുണ്ടുമൊഴി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. കണ്ടില്ലേ, ഇതാണ് ജെസീസ് കിച്ചൺ. അപ്പം ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു തട്ടുകട സ്റ്റാർട്ട് ചെയ്ത്. നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ നമ്മളിൽ എത്ര പേര് ആ ആഗ്രഹത്തിന് പുറകെ പോകും. നമ്മൾ നിൽക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നിന്ന് പോയിട്ട് അതിൽ സംതൃപ്തരായിട്ട് അതിൽ തന്നെ ഓക്കെ ആയിട്ട് നിൽക്കാനാണ് പലരും ശ്രമിക്കുക. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് പുറകെ പോയിട്ട് അതിനു വേണ്ടി ശ്രമിച്ച ആഗ്രഹം പിന്നെ സഫലീകരിക്കാൻ ശ്രമിക്കുന്ന എത്ര പേര് നമുക്ക് ഇടയിലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരാളാണ് ജെസി. അപ്പോൾ ജെസിയുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരുമിച്ച് ചെറുവട്ടൂർ സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ഈ ഒരു സ്വപ്നത്തിനെ കുറിച്ച് പറയലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കുഞ്ഞു തട്ടുകട തുടങ്ങണം, ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും രുചിയോടുകൂടി കൊടുക്കണം. അന്ന് തന്നെ അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓരോ ഫുഡിനും ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളെ വീട്ടിലൊക്കെ പോയിട്ട് അവൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിച്ച് ചോറും കറിയൊക്കെ കഴിക്കുമ്പോൾ തന്നെ അവൾ ആ ഒരു ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് അന്നേ അറിയാം. അപ്പോൾ എന്തായാലും അവൾ ഈ ഫീൽഡിലെത്തിയ സക്സസ് ആവും എന്നുള്ള ഉറപ്പ് എനിക്ക്. നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ കപ്പ ബോട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ അനീഷയുടെ മുന്നേ ദിവസം ഇവിടെ വന്നിട്ട് തിന്നിട്ട് എന്നോട് പറഞ്ഞതാണ് നല്ല രസം, നമുക്ക് എന്തായാലും ഒരു ദിവസം പോകണം എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് കപ്പ ബോട്ടിയും നമ്മളെ പിന്നെ ഗ്രീൻ പീസും ആണ്. അപ്പോൾ നല്ല കടുപ്പത്തിലുള്ള ഏലക്കായൊക്കെ ഇട്ടുള്ള നല്ല സൂപ്പർ ചായ വന്നിട്ടുണ്ട്. അത് ഊതി കുടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കപ്പ ബോട്ടി വരും. ഈ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ പാളേനെ കൊണ്ടുള്ള ഈ ഒരു പ്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗൈസ് നമ്മളെ കപ്പ ബോട്ടി വന്നത്. അപ്പോൾ ആദ്യം തന്നെ നിത്തും അനീഷേട്ടനും ഓരോ സ്പൂൺ വീതം കഴിച്ചിട്ടോ. എൻ്റെ ഇത് പുറകെ വരുന്നുള്ളൂ, അപ്പോൾ എൻ്റെ ഇത് അവൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കപ്പ ബോട്ടിട്ടോ. ഞാൻ എന്തായാലും തിന്ന് നോക്കട്ടെ. ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല, തിന്നു നോക്കിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് രുചിച്ച് നോക്കാൻ പോണത്. എന്തായിരിക്കും ഇതിൻ്റെ രുചി എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സ്പൈസി എരിവൊക്കെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ ഇഷ്ടം. അപ്പം തിന്ന് നോക്കിയപ്പോഴാണ് അടിപൊളി സാധനമാണ്. അപ്പം ഇതിലേ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ഇവരുടെ ഈ കപ്പ ബോട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കപ്പ ബോട്ടിയൊക്കെ കഴിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ഗ്രീൻ പീസും കൂടി ഓർഡർ ചെയ്തിട്ട്, ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നല്ല ചൂടോട് കൂടി ഫ്രഷ് ആയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നിത്തൂട്ടൻ്റെ ഓരോ കളികളും നോക്കി ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ഗ്രീൻ പീസ് ഇത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിട്ടോ. നല്ല സ്പൈസി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ജെസീസ് കിച്ചണിലെ ജെസ്സി. അപ്പോൾ ജെസ്സിയുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഓളൊരു കുറേ കാലം മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് നടന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ജെസീസ് കിച്ചൻ്റെ സ്പോട്ട് വരുന്നത്. നമ്മുടെ എടവണ്ണപ്പാറ റോഡിൽ പിന്നെ മുണ്ടുമൊഴി കഴിഞ്ഞിട്ട് ഇടതുവശത്താണ് കേട്ടോ ജെസീസ് കിച്ചൺ എന്നുള്ള ഈ ഒരു സ്പോട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതിലെ പോകുന്ന എല്ലാവരും ഇവിടെ ഒന്ന് കയറിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പോകണം. നല്ല രുചികൾ എവിടെ ഉണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യും വേണം. എല്ലാവരും ഒന്ന് എന്താ പറയുക, അവരെ സപ്പോർട്ട് ചെയ്യും വേണമല്ലേ. അപ്പോൾ ജെസീസ് കിച്ചണിന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ജെസ്സി. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്.